ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശം എന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയുടെ നഗരഹൃദയത്തിൽ നിന്ന് മാറി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. അവിടെ നിരവധിയായ IT സ്ഥാപനങ്ങളുണ്ട്, തൊട്ടുചേർന്ന് ഇൻഫോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്, നിരവധി റിയൽ എസ്റ്റേറ്റ് മറ്റ് ഇടപാടുകൾ നടക്കുന്നുണ്ട്, അവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു സാമ്പത്തിക മേഖലയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു പ്രദേശം ആണ്. ആ പ്രദേശത്തൊരു പദ്ധതി പരാജയപ്പെടുന്നു. ആ പദ്ധതി പരാജയപ്പെടുന്നതിൻ്റെ ഭാഗമായി ആ ലാൻഡ് തിരികെ എടുക്കാൻ സർക്കാർ നീക്കം നടത്തുന്നു. അങ്ങനെ ഒരു നീക്കത്തെ ആരും വിമർശിക്കുന്നില്ല. പക്ഷേ ആ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ടീകോമിന് എന്തിന് നഷ്ടപരിഹാരം നൽകണം എന്നതാണ് ഇവിടെ സംശയമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതൊരു ഭൂമി ഇടപാടിനുള്ള കളമൊരുക്കലാണോ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് ആ മേഖലയുടെ ഒരു സാഹചര്യം? അത് IT മേഖലയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ട ഇടമാണ്? ഒപ്പം എറണാകുളം നഗരത്തെ സംബന്ധിച്ചും എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു മേഖലയാണത്? അഭിലാഷ്, ഇത് ഇൻഫോ പാർക്കിന്റെ തൊട്ട് പിന്നിലായിട്ട് തൊട്ട് ഫ്രണ്ടിലായിട്ടുള്ള ഭാഗമാണ്. അവിടേക്ക് അവരെ നമ്മളെ കടത്തി വിടുന്നില്ല. മീഡിയ എൻട്രി ആ ഭാഗത്തേക്കില്ല. സ്മാർട്ട് സിറ്റിയുടെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 2011 കരാർ അനുസരിച്ചിട്ട് 99 വർഷം കരാർ നൽകുമ്പോൾ 1 രൂപ കരാറിലായിരുന്നു. ആ സമയത്ത് കരാർ ചർച്ച ചെയ്യപ്പെട്ടാണ് 2004 മുതൽ 2011 വരെ നിരന്തരമായി സ്മാർട്ട് സിറ്റിയെ പറ്റി നിരന്തരമായി ചർച്ച ചെയ്തു വരികയും തുടർന്ന് 2011 ഈ കരാർ ഒപ്പിടുമ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച ഡീൽ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തെ, അല്ലെങ്കിൽ കൊച്ചിയെ ലോക മാപ്പിൽ IT ഹബായി ഇടം പിടിക്കുക, അല്ലെങ്കിൽ കൊച്ചിയുടെ IT ഹബ് ലോക മാപ്പിൽ ഇടം പിടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ കരാർ മാത്രമേ ടീകോമിന്റെ മുന്നിലേക്ക് അന്ന് സംസ്ഥാന സർക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. 246 ഏക്കർ ഭൂമിയിൽ 99 വർഷത്തേക്ക് 1 രൂപ കരാറിലാണ് അന്ന് കരാർ ഒപ്പിട്ടത്. പക്ഷേ ഈ 10 വർഷത്തിന് ശേഷവും എന്താണ് സംസ്ഥാനത്തിന് തിരിച്ചു കിട്ടിയത് എന്നുള്ള ആലോചനയുണ്ടായിരുന്നു. മാത്രമല്ല ഇൻഫോ പാർക്ക്, അതിന്റെ പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഇൻഫോ പാർക്ക് പദ്ധതി 2ാം ഘട്ടവും പിന്നിട്ട് 3ാം ഘട്ടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സാഹചര്യമാണ്. ഇനിയും 152 കമ്പനികളോളം ഇൻഫോ പാർക്കിന് അനുമതി തേടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്മാർട്ട് സിറ്റി ടീകോമിനെ ഒഴിവാക്കിയാൽ ടീകോമിന് ഇതുവരെയുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ ഉൾപ്പെടെയുള്ള ചെലവുകൾ മീറ്റ് ചെയ്ത് സംസ്ഥാന സർക്കാർ ടീകോമിനെ ഒഴിവാക്കാൻ തയ്യാറായാൽ തന്നെ ഇൻഫോ പാർക്കിനുള്ള സ്ഥലം കൂടി, അതല്ലെങ്കിൽ ഇൻഫോ പാർക്കിന്റെ 3ാം ഘട്ടം ഇവിടെ ആരംഭിക്കാനുള്ള ഇടം കൂടി ലഭ്യമാക്കുന്ന ഒരു കണക്കുകൂട്ടൽ ഉണ്ടാകാം ഒരുപക്ഷെ. മാത്രമല്ല കൊച്ചിയുടെ IT കേന്ദ്രമായി മാറിയ ഈ സ്ഥലം, ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും ഒക്കെയുള്ള ഈ സ്ഥലം, പക്ഷേ സ്മാർട്ട് സിറ്റിയിൽ ഒരു പൂർണ്ണമായ IT ഹബായി വളരാൻ സ്മാർട്ട് സിറ്റിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതും മാത്രമല്ല ഇതുവരെ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കമ്പനികളിൽ 2ഓ 3ഓ ഇന്റർനാഷണൽ കമ്പനികൾ മാത്രമാണുള്ളത്. ബാക്കി എല്ലാം മറ്റ് സ്റ്റാർട്ടപ്പുകളും മറ്റ് സംരംഭങ്ങളും ഒക്കെയാണ് സ്മാർട്ട് സിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത്രയും കാലത്തിന് ശേഷം ടീകോമിനെ ഒഴിവാക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു പേര് ഉപയോഗിക്കപ്പെടാൻ പറ്റുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ അതിന് ഈ പറയുന്ന പേറ്റന്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. എന്നിരുന്നാൽ മറ്റൊരു കമ്പനിയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഏർപ്പെടുത്തുക, എത്രയും വേഗം ഈ പദ്ധതി പൂർണ്ണമാക്കുകയോ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം സംസ്ഥാന സർക്കാരിനുണ്ടാകും. കാരണം ഇത്രയും